ഭാരതപ്പുഴയിൽ രൂപപ്പെട്ട മണൽത്തിട്ട നീക്കുന്നതിന് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. മഴയിൽ തകർന്ന റോഡുകൾ എത്രയും വേഗം ഗതാഗത യോഗ്യമാക്കണമെന്നും ആവശ്യമുയർന്നു. താലൂക്കിന്റെ സമഗ്രവും സമ്പൂർണ്ണമായ വികസനത്തിന് ആവശ്യമായ വളരെ ആരോഗ്യകരമായ അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളത് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം അറിയിക്കുന്ന എനിക്ക് പറയാനുള്ളത്, ഒട്ടനവധി ഡിപ്പാർട്ട്മെന്റിലെ ബന്ധപ്പെട്ട ആളുകൾ ഈ യോഗങ്ങളിൽ വരുന്നില്ല എന്നൊരു വസ്തുത കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ കാര്യം അതീവ ഗൗരവമായി തന്നെ ഈ താലൂക്ക് സഭ അറിയിക്കുന്ന ഗൗരവത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ അറിയിക്കാൻ ബഹുമാനപ്പെട്ട തഹസിൽദാർ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ്. ആലങ്കോട് വില്ലേജ് ഓഫീസിന് അടിയന്തരമായി കെട്ടിടം പണിയണമെന്നും പൊന്നാനി അങ്ങാടിപ്പാലം വികസനം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കർമ്മ റോഡിൽ സർവീസ് നടത്തുന്ന ബോട്ടുകളുടെ രേഖകൾ നിർബന്ധമായും പരിശോധിച്ചുറപ്പിച്ചതിനു ശേഷം മാത്രം അനുമതി നൽകണമെന്നും താലൂക്ക് വികസന സമിതിയിൽ എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥ മേധാവികൾ തന്നെ പങ്കെടുക്കണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. തുറുവാണം ശ്മശാനം ഇലക്ട്രിഫിക്കേഷൻ പൂർത്തിയായിട്ടും തുറന്നു നൽകാത്തതിനാൽ ഉപകരണങ്ങൾ നശിച്ചുപോകുന്ന സാഹചര്യമാണെന്നും ഇതിന് പരിഹാരം കാണണമെന്നും ആവശ്യമുയർന്നു. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ദേശാടന പക്ഷികൾ കൂടുകൂട്ടിയിട്ടുള്ള മരം ട്രീ കമ്മിറ്റി കൂടി പക്ഷികൾ ഒഴിവാകുന്ന സമയത്ത് മുറിക്കുന്നതിന് നടപടി സ്വീകരിക്കണം. ജനപ്രതിനിധികളും ബന്ധപ്പെട്ട വകുപ്പ് പ്രതികളും ഹാജരാക്കാത്തതിനെതിരെ സമിതി അംഗങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തി. NCV ന്യൂസ്, പൊന്നാനി. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.